ശരിക്കും ആൽമട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ആൽമട്ട് പറയുന്നത്, അവളുടെ ഡോട്ടർ ഇൻ കേസ് ഇഫ് ഷീ ഈസ് നോട്ട് സർവൈവിങ് ദിസ് ക്യാൻസർ, അവളുടെ ഡോട്ടർ അവളെ ഓർക്കുമ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇത്തരം ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള അമ്മയായിരിക്കണം അവളുടെ ഡോട്ടർ ഓർക്കേണ്ടതെന്നാണ് ആൽമട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിരിക്കണം അവർക്കുണ്ടാകുക, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കണം അവൾക്ക് ഉണ്ടാകേണ്ടത് എന്നൊരു ആഗ്രഹത്തിലാണ്. അവൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആൽമട്ട് ശ്രമിക്കുന്നത്. ആൽമട്ട് ശരിക്കും സ്വന്തം ഹസ്ബൻഡിനെ പോലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോകുമ്പോൾ എന്ത് പോസിറ്റീവായിട്ട് അതിനെ കൈകാര്യം ചെയ്യാം, അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മദറായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നു എന്നൊക്കെ ഒരു റിയാലിറ്റിയിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ ഒരു ഇത്. ഫീൽ ഗുഡ് പടമാണോ എന്ന് ചോദിച്ചാൽ യെസ്, കൈൻഡ് ഓഫ് ഫീൽ ഗുഡ് പടമാണ്. പക്ഷേ ചില ആൾക്ക് അതൊരു ഫീൽ ഗുഡ് പടമായിട്ട് തോന്നില്ല. എനിക്ക് ബേസിക്കലി കുറച്ച് ഞാൻ ഇമോഷണലി ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, സ്പോയിലറാണ്, പക്ഷേ പറയാം. ആൽമട്ട് എന്തായാലും ഈ അസുഖം സർവൈവ് ചെയ്യുന്നില്ല സിനിമയിൽ. അപ്പോൾ ക്ലൈമാക്സിൽ ഈ ആൽമട്ട് ഇവരോട് വിട പറഞ്ഞു പോകുന്നൊരു, അത് ശരിക്കും ആർട്ടിസ്റ്റിക്കലി ആണത് കാണിച്ചു തരുന്നത്, അവസാനിപ്പിക്കുന്നുണ്ട് സിനിമ. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വേറെ സിനിമയായിട്ട് ഇനി കാണാം. ബൈ.